ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തക്കൂസ് വേൾഡ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ അമ്പലത്തിൽ പോയി തുടങ്ങാൻ ഓർത്ത് കേട്ടോ. രാവിലെ കുളിച്ച് എഴുന്നേറ്റ് ഫ്രഷായി നേരെ അമ്പലത്തിലോട്ട് നടക്കുവാണേ. അമ്മ കുഞ്ഞും ഞാനും കൂടി അമ്പലത്തിൽ പോകണേ. അമ്മയും കുഞ്ഞുമൊക്കെ ഓൾറെഡി അനിയൻ കോളേജിൽ പോയപ്പോൾ അവൻ്റെ കൂടെ കയറിപ്പോയി. അവരിപ്പോൾ അമ്പലത്തിൽ ചെന്ന് തൊഴാൻ സ്റ്റാർട്ട്. അങ്ങനെ ഞാനും അമ്മയും തക്കും കൂടി തൊഴുതിറങ്ങി ഇതേ പുറത്ത് വന്നപ്പോൾ ആറ്റിലോട്ട് നോക്കിയപ്പോൾ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ ബാക്ക് സൈഡിലാണെങ്കിൽ തക്കു ഓടിക്കളിച്ചുകൊണ്ടിരിക്കുക. തക്കു എങ്ങും അടങ്ങി നിൽക്കത്തില്ല കേട്ടോ. ആ അമ്മൂമ്മമാർ തക്കുവിനോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞ് അവിടെ നിൽക്കുവാണേ. അതിനുശേഷം അവിടെ ആർക്കാണ്ടോ മറ്റേ ഇതില്ലേ തുലാഭാരം തൂക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു വാശി പിടിപ്പിച്ച് അമ്മ കുറച്ച് നേരം അവിടെ നിർത്തിയെല്ലാം കാണിച്ചു കേട്ടോ. തക്കുന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങാൻ പോകുന്നത്. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, എങ്ങും അടങ്ങി നിൽക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇറങ്ങി. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ, നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നടന്നു വരുന്ന വഴി ഇതേ പാടത്ത് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ നീർക്കാക്ക. നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, എൻ്റെ ഫോൺ ഒട്ടും ക്ലാരിറ്റി ഇല്ല. അങ്ങനെ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കളിച്ചപ്പോൾ തക്കുവിൻ്റെ കലാവിരുത്. ചിരിച്ചേ. എന്റെ ദൈവമേ, ഇതെന്തുവാ മോന്തയ്ക്ക് തേച്ച് വെച്ചേക്കുന്നേ? മുഖത്തെന്തുവാ തേച്ച് വെച്ചേക്കുന്നേ? പൊട്ടാണോ? ഇത് പൊട്ടാണോ തേച്ച് വെച്ചേക്കുന്നേ? അങ്ങനെ തക്കുവിൻ്റെ ബ്യൂട്ടീഷ്യൻ പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും എനിക്കൊരു തോന്നൽ, പൊതിച്ചോറുണ്ടാക്കിയാലോ എന്ന്. ഞാൻ അമ്മയോട് പോയി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് നമുക്കിവിടെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല, നമ്മൾ എന്തിട്ട് പൊതിച്ചോറുണ്ടാക്കാനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉള്ളത് മതി. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പുറത്തോട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അന്നേ വേലിച്ചീര ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്കകത്ത് കാണിച്ചില്ല, ആ ചീര ഉണ്ട്. അപ്പം ഞാൻ പോയി അത് പിച്ചി അതരിഞ്ഞ് ഞാൻ ചട്ടിയിൽ കയറ്റി കേട്ടോ. സൈഡിൽ കൂടെയോ അമ്മ എനിക്ക് ചമ്മന്തി അരച്ച് തന്നേ. അങ്ങനെ ഇവിടെ ചമ്മന്തി ചീരത്തോരനും ഒക്കെ അത്യാവശ്യം എല്ലാം സെറ്റായിട്ടിരിപ്പുണ്ട്. ശേഷം ഞാൻ എന്നെ അടുത്ത് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ വാഴയില വെട്ടാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി 2 വാഴയിലയാണ് വെട്ടിയത്. ഒരെണ്ണം എനിക്കും ഒരെണ്ണം അനിയനും. അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു പൊതിച്ചോറ്, അതുകൊണ്ട് എനിക്കും അനിയനും ഞാൻ വാഴയില വെട്ടി. അവനില്ല, അവൻ കോളേജിൽ പോയേക്കുക. വൈകുന്നേരം വരുമ്പോൾ എങ്ങനെയാണെങ്കിലും 5 മണിയോ, എന്നാലും സെറ്റാക്കി വെച്ചേക്കാമെന്ന് ഓർത്ത്. അവൻ വരുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടത്തില്ലേന്ന് ഓർത്ത് ഞാനങ്ങനെ 2 വാഴയില വെട്ടി അത് നന്നായിട്ട് വാട്ടി കഴുകി. അതിന് ശേഷം ഞാൻ സൈഡിൽ കൂടെ ഓംപ്ലേറ്റും ഉണ്ടാക്കി. അതിന് ശേഷം നമ്മുടെ പൊതിച്ചോറ് കെട്ടാനായിട്ട് അമ്മ എല്ലാം സെറ്റാക്കി ഇവിടെ കൊണ്ട് വെച്ച് അങ്ങനെ ചോറെടുത്ത് ചീരത്തോരനെടുത്ത് ചാറ് കറി, അച്ചാറൊന്നും ഇല്ലായിരുന്നു, ചമ്മന്തി മുട്ട വറുത്തതും എല്ലാം കൂടി വെച്ച് ഇങ്ങനെ മടക്കി പൊതിഞ്ഞ് 1 മണിക്കൂർ സെറ്റാകാൻ വെച്ച്. അതിൽ കൂടുതൽ വെക്കാനായിട്ട് എന്തോ മനസ്സ് വന്നില്ല. എങ്ങനെയെങ്കിലും അത് കഴിക്കണമെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ആ പൊതിച്ചോറൊക്കെ എടുത്ത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ തക്കു ഓടി വന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, വാഴയിലക്കകത്തൊക്കെ കണ്ടുകൊണ്ടായിരിക്കും തക്കുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അതുപോലെ തക്കു ഇന്ന് ഫുഡും കഴിച്ചു കേട്ടോ. സാധാരണ തക്കുവിന് ചോറ് കഴിക്കാനൊക്കെ മടിയാണ്, പക്ഷേ ഇന്ന് തക്കു ഫുഡും കഴിച്ച്. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ടൊന്ന് കിടന്നു കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ തക്കു ഒന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ കുറേ നേരം തക്കുവിൻ്റെ കൂടെ കിടക്കാൻ പോയില്ല, കാരണം ഞാനെങ്ങാനും ഉറങ്ങിപ്പോയാലോ എന്ന് ഓർത്ത് ഞാൻ തക്കുവിൻ്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് അമ്മയുടെ അടുക്കലോട്ട് പോയപ്പോൾ അമ്മ അടുക്കള വശത്ത് ഇരുന്ന് കഴിക്കുമായിരുന്നേ. അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വെള്ളം ഒന്ന് പിടിക്കാവോ, നാളെ നമുക്ക് വെള്ളം വരില്ലെന്ന് പറഞ്ഞു. കാരണം നമുക്കിവിടെ ഒന്നത്രാടമാണ് വെള്ളം. ഒന്നത്രാടം വെള്ളം എന്ന് വെച്ചാൽ ഇന്ന് വെള്ളം വന്നാൽ നാളെ വെള്ളം വരില്ല കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വെള്ളം പിടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കണം, നാളത്തേക്കുള്ളതേ കുടിവെള്ളമേ, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാവേ. അപ്പോഴത്തേക്കും ഞാൻ ആ വെള്ളം പിടിക്കാൻ പോയപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് വരുന്നത്. ഒത്തിരി നേരം എടുത്ത് ആ ബക്കറ്റ് ഒന്ന് നനയ്ക്കാനായിട്ട്. നമ്മൾ അകത്ത് കൊണ്ട് ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെ പിടിച്ച് ഒഴിക്കണം. നമ്മുടെ ഫൗണ്ടേഷൻ ഭയങ്കര പൊക്കമാണ്, അതുകൊണ്ട് 2-3 സ്റ്റെപ്പ്, 2-3 ഒരു 5-6 സ്റ്റെപ്പ് ഇറങ്ങണം കേട്ടോ. കാരണം ഇത് വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഞങ്ങൾ വീട് വെച്ചത്. അപ്പം അത്ര ഹൈറ്റിലാണ് നമ്മൾ വീട് വെച്ചേക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ പിടിച്ചതിന് ശേഷം അമ്മ പാത്രം കഴുകി തന്ന് അത് ഞാൻ പുറത്ത് ഉണക്കാൻ വെച്ച് കേട്ടോ. ശേഷം ഞാൻ കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല മഴക്കാറും കാറ്റും കൂടി കണ്ടപ്പോഴത്തേക്കും പുറത്തെ തുണിയെല്ലാം ഞാൻ എടുത്ത് കുറച്ച് നേരം വന്ന് കിടന്ന് കേട്ടോ. പിന്നെ ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഈ ജനൽ അടയ്ക്കുവാണേ. കാരണം ഇപ്പോൾ ഭയങ്കര കൊതുകിൻ്റെ ശല്യമല്ലേ, ഡെങ്കുവൊക്കെ അസുഖം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലായിടത്തും. അപ്പോൾ പെട്ടെന്ന് ജനലടയ്ക്കും, കാരണം കൊതുകെങ്ങാനും കയറി കുത്തിയാലോ എന്ന് ഓർത്ത്. തക്കൂനാണെങ്കിൽ ഭയങ്കര അലർജിയാണ്, അതുകൊണ്ട് ഒന്നും യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുഞ്ഞിലെ തൊട്ട് ഒന്നും യൂസ് ചെയ്യാറില്ല. പുകയൊക്കെ അവൾക്ക് ഭയങ്കര അലർജി ഉള്ള കാര്യമാണേ.
അങ്ങനെ ജനലൊക്കെ അടച്ചതിന് ശേഷം ഞാൻ വിളക്കും കൊണ്ട് പുറത്ത് പോയി കേട്ടോ. ഇന്ന് നമുക്ക് ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് വിളക്ക് വൈകുന്നേരമൊക്കെ നമ്മൾ വൃത്തിയാക്കി കഴുകിയിട്ടാണ് കത്തിക്കുന്നത്. ഇവിടെ നമ്മൾ ചൊവ്വയും വെള്ളിയും ദിവസമാണ് വിളക്കൊക്കെ തേച്ച് കഴുകിയിട്ട് കത്തിക്കുന്നത്. എല്ലാ ദിവസവും വിളക്ക് കത്തിക്കും, പക്ഷെ കഴുകുന്നത് ചൊവ്വയും വെള്ളിയും ദിവസമാണേ. അങ്ങനെ ഞാൻ വിളക്കെല്ലാം തേച്ച് അവിടെ കഴുകിയെല്ലാം വെച്ചതിന് ശേഷം ഞാൻ അകത്ത് വന്ന് അകമൊക്കെ തൂത്ത് വാരി ശേഷം ഞാൻ പുറത്ത് വന്ന് പുറത്തെല്ലാം മുറ്റമെല്ലാം അടിച്ച് കേട്ടോ. അതിന് ശേഷം ഞാൻ കാലും കഴുകിയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയേ, കാരണം നമ്മൾ ചൂലൊക്കെ എടുത്തതല്ലേ. ശേഷം ഞാൻ പോയി വിളക്കത്ത് വെക്കാനുള്ള തുളസി പിച്ചിയെ. തുളസി കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു, കാരണം ഞാൻ പിച്ചി ഇതങ്ങ് ഇല്ലാണ്ടായി. എനിക്ക് തുളസി ഇലയുടെയും പനിക്കൂർക്കയുടെയൊക്കെ മണം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പിച്ചുമായിരുന്നു കേട്ടോ. അങ്ങനെ പിച്ചി തുളസി അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. അമ്മയാണെങ്കിലും എന്നും ചീത്ത വിളിയാണ്, ചുമ്മാ പിച്ചിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളപ്പൂ, പൂവിൻ്റെ ഞാൻ പേര് മറന്നുപോയി കേട്ടോ. വെള്ളപ്പൂവെല്ലാം പിച്ചി നമ്മൾ വിളക്കെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും അമ്മ ഇത്ര നേരം ഇല്ലായിരുന്നു കേട്ടോ. അമ്മ അപ്പോഴത്തേക്കും വന്നു. പിന്നെ അമ്മയാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോഴത്തേക്കും അമ്മ അങ്ങനെ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ ഇനി അങ്ങോട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യാനൊന്നും ഇല്ല. നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് കുറച്ച് നേരം നാമമൊക്കെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കുശലമൊക്കെ പറഞ്ഞ് രാത്രിയിലത്തെ ഫുഡും ഒക്കെ കഴിച്ച് കിടന്നുറങ്ങും. ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പം ഞാൻ ഇവിടം വരെയൊക്കെ ഷൂട്ട് ചെയ്തുള്ളൂ. സൈഡിൽ ഒരാൾ ഇന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അത് ലാസ്റ്റിൽ കാണാം നിങ്ങൾ ആ ആൾ പ്രാർത്ഥിക്കുന്നത്. എന്താവോ എന്തൊരു ആ കിണ്ടിയിലെ വെള്ളം കമത്തുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതൊക്കെ ചെയ്യും പുള്ളിക്കാരി. അപ്പം തക്കു സൈഡിൽ നിൽപ്പുണ്ട്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എന്തായാലും തീക്കകത്തൊന്നും കൈവെക്കത്തില്ല. തക്കുവിനറിയാം അത് തീയാണ്, പൊള്ളും എന്നുള്ള കാര്യമൊക്കെ അറിയാം. പുള്ളിക്കാരി അവിടെ നിൽക്കുന്ന വേറെ ഒന്നുമല്ല, കിണ്ടിയിലെ വെള്ളം കമത്താനായിരിക്കും. അമ്മയാണെങ്കിൽ എന്നും വിളക്കെത്തിക്കുമ്പോൾ ചീത്ത വിളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ബൈ.